ഹലോ ഡിയേഴ്സ്, ഈ വർഷത്തെ SSLC റിസൾട്ട് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. അതിൽ തന്നെ കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വിജയ ശതമാനം കുറഞ്ഞു എന്നൊരു വാർത്തയും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഏകദേശം 3800ഓളം സ്റ്റുഡൻസ് ആണ് ഈ വർഷം SSLCയിൽ തോറ്റുപോയിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ചില കാര്യങ്ങളുടെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് പറഞ്ഞു തരാൻ വേണ്ടിയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം, കഴിഞ്ഞ വർഷമാണ് SSLCയുടെ സിലബസ് മാറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള ചോദ്യ പേപ്പർ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത്. രണ്ടാമത്, കഴിഞ്ഞ വർഷം SSLCയുടെ സിലബസ് മാത്രമല്ല, എക്സാമിൻ്റെ പാറ്റേണും മാറിയിട്ടുണ്ട്. അതായത് 28 ചോദ്യങ്ങൾ അടങ്ങിയ ചോദ്യ പേപ്പർ ആണെങ്കിൽ അതിലെ 28 ചോദ്യങ്ങളും നമ്മൾ എഴുതേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ചാപ്റ്ററും സ്കിപ്പ് ചെയ്യുക എന്നുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ മുന്നിലില്ല. എല്ലാ ചാപ്റ്ററും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇതുവരെ നിങ്ങൾ ശീലിച്ച് വെച്ചിട്ടുണ്ടാവുക പരീക്ഷയുടെ തലേ ദിവസം മാത്രം കുറച്ച് സമയം പഠിച്ചിട്ട് പോയി പരീക്ഷ എഴുതുക എന്നുള്ളതായിരിക്കും. അങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് ബോർഡ് എക്സാമിനേഷനിൽ മാർക്ക് നേടാൻ സാധിക്കില്ല. കാരണം നിങ്ങളുടെ പെരിഫറൽ ആയിട്ടുള്ള അറിവിനെ മാത്രം പരിശോധിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളെ അല്ല നമുക്ക് ബോർഡ് എക്സാമിനേഷനിൽ ചോദിക്കുക. അതായത് നമ്മൾ ഓരോ ചാപ്റ്ററും കൃത്യമായി മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമാണ് ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസിനെ നമുക്ക് കോൺഫിഡൻസോടുകൂടി നേരിടാൻ സാധിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തയ്യാറെടുക്കേണ്ടതുണ്ട്. അല്ലാതെ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മാത്രമല്ല, ടൈം ടേബിൾ വരുമ്പോൾ മാത്രമല്ല നമ്മൾ പുസ്തകം തുറക്കേണ്ടത്. അപ്പോൾ എപ്പോൾ പഠിച്ചു തുടങ്ങണം എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉത്തരം എന്ന് പറയുന്നത്, എത്ര നേരത്തെ തുടങ്ങാൻ പറ്റുമോ അത്രയും നേരത്തെ തുടങ്ങുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം 9ാം ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും 10ാം ക്ലാസ്സിൽ നിങ്ങളുടെ സ്കൂളിൽ ഒരു സീറ്റ് ഉറപ്പാണ് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. പക്ഷേ അതുപോലെയല്ല, 10 കഴിഞ്ഞ് +1ലേക്ക് കടക്കുമ്പോൾ 10ാം ക്ലാസ്സിലെ നിങ്ങളുടെ A+കളുടെ എണ്ണം അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് ഏകജാലകത്തിലൂടെ ഏത് സ്കൂളിൽ ഏത് കോഴ്സിന് അഡ്മിഷൻ കിട്ടും എന്നുള്ള കാര്യം തീരുമാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ 10ാം ക്ലാസ്സിൽ ഫുൾ A+ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പഠിക്കാനിരിക്കേണ്ടത്. അങ്ങനെ ഒരു ലക്ഷ്യത്തോടു കൂടി നിങ്ങൾ പഠിക്കുമ്പോൾ അത് നേരത്തെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വളരെ ഈസി ആയിട്ട് നല്ല മാർക്കിലേക്ക് എത്താൻ സാധിക്കും. അല്ലാതെ ഒരു ദിവസം 6-7 മണിക്കൂർ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അതായത് പലപ്പോഴും നിങ്ങൾ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് പരീക്ഷയുടെ തലേ ദിവസം രാവിലെ മുതൽ രാത്രി വരെ ഇരുന്ന് സൈലത്തിൻ്റെ ലൈവുകൾ വീണ്ടും വീണ്ടും കണ്ട് ആ ഒരു ദിവസം മാത്രം അത്രയും ആത്മാർത്ഥമായിട്ട് കഠിനാധ്വാനം ചെയ്താണ് നിങ്ങൾ പലരും പരീക്ഷ എഴുതാറുള്ളത്. എന്നാൽ അങ്ങനെയല്ല നമ്മൾ ഇനി മുതൽ പഠിക്കേണ്ടത്. നമ്മൾ ഓരോ ദിവസവും ചിട്ടയായിട്ട് 1-2 മണിക്കൂർ മാത്രം നമ്മൾ പഠിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു മാർക്കിലേക്ക് എത്താൻ സാധിക്കും. പലരുടെയും പ്രശ്നം എന്ന് പറയുന്നത്, സാർ 9ാം ക്ലാസ് വരെയുള്ള ബേസിക്സിലൊക്കെ ഞങ്ങൾക്ക് ചെറിയ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട് എന്നതൊക്കെ ആയിരിക്കും. അതിനെല്ലാം പരിഹരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ മാർക്കിനെ ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മളൊരു യാത്ര നേരത്തെ തുടങ്ങുകയാണെങ്കിൽ, ഒരു സ്ഥലത്തേക്ക് യാത്ര പോകുമ്പോൾ നമ്മൾ ആ യാത്ര നേരത്തെ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് വഴിയിലൊക്കെ ഒന്ന് സൈഡാക്കിയിട്ട് നല്ല രീതിയിൽ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റും. നേരെ മറിച്ച് നമ്മൾ ലാസ്റ്റ് മിനിറ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വെപ്രാളപ്പെട്ടിട്ട് പോകേണ്ടി വരും. അതുപോലെ തന്നെയാണ് നമ്മൾ പഠിക്കാനിരിക്കുമ്പോഴും. നമ്മൾ പരീക്ഷയുടെ തലേ ദിവസം പഠിക്കാനിരിക്കുമ്പോൾ നമുക്ക് ടെൻഷനായിരിക്കും. അങ്ങനെ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. നേരെ മറിച്ച് നിങ്ങൾ നേരത്തെ വളരെ കാമായിട്ട് എൻജോയ് ചെയ്ത് പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. നിങ്ങളിപ്പോൾ സ്കൂൾ തുറന്നിട്ട് പഠിക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരിക്കും. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിനോടകം തന്നെ 15,000ഓളം സ്റ്റുഡൻസ് സൈലത്തിൻ്റെ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അവരിപ്പോൾ ഏകദേശം 2 ചാപ്റ്ററുകൾ പഠിച്ച് സെറ്റ് ആയിരിക്കുകയാണ്. അവർ സ്കൂളിലേക്ക് വരുന്നത് 2 ചാപ്റ്ററുകൾ പഠിച്ചിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ടീച്ചർ അവിടെ ക്ലാസ് എടുക്കുമ്പോൾ ഓൾറെഡി അവർ പഠിച്ച കാര്യങ്ങളാണ് സ്കൂളിൽ ടീച്ചർ എടുക്കുക. അവർ ആൻസറുകൾ വിളിച്ചു പറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാനിത് പിന്നിലേക്കായി പോവുകയാണോ എന്നുള്ളത്. അങ്ങനത്തെ ഒരു തോന്നലിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ പലരും ചോദിച്ചിട്ടുണ്ട്, സാർ ഇനി അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അസ്ത്രയുടെ 2nd ബാച്ച് നമ്മളിതാ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. തുടക്കം മുതൽ ഞങ്ങൾ വീണ്ടും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. എല്ലാ ചാപ്റ്ററും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുന്നതോടൊപ്പം തന്നെ ആ ചാപ്റ്ററുകളിൽ നിന്നുള്ള പരമാവധി ക്വസ്റ്റ്യൻസും ചെയ്ത് മനസ്സിലാക്കിയിട്ടായിരിക്കും നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കുക. അതായത് നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് അസ്ത്രയുടെ ഇൻഫിനിറ്റി പ്ലാനിലാണെങ്കിൽ നിങ്ങൾക്ക് പേൾ വീഡിയോസ് കൂടെ അവൈലബിൾ ആണ്. ഇപ്പോൾ ചാപ്റ്ററിൻ്റെ ലൈവ് കാണുന്നതോടൊപ്പം തന്നെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾക്ക് ചാപ്റ്ററിൻ്റെ പേൾ വീഡിയോസ് എന്ന് പറയുന്നത് റെക്കോർഡ് വീഡിയോസ് ആണ്. ചെറിയ കുഞ്ഞു വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് ആ ചാപ്റ്ററിനെ മുഴുവൻ നിങ്ങൾക്ക് റെക്കോർഡ് വീഡിയോ ആയിട്ട് നമ്മുടെ ആപ്പിലൂടെ ലഭ്യമായിരിക്കും. പിന്നെ ഇൻസ്റ്റാലേണും മൈൻഡ് മാപ്പും നിങ്ങൾക്ക് ആപ്പിൽ ലഭിക്കുന്നുണ്ട്. ഇൻസ്റ്റാലേൺ എന്ന് പറയുമ്പോൾ ഒരു ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് നോട്ട്സ് ആണ്. അതിൽ നിങ്ങൾക്ക് വേണ്ട കോൺസെപ്റ്റുകളും അതുപോലെ തന്നെ ചോദ്യങ്ങളും ഉണ്ടാകും. മൈൻഡ് മാപ്പ് എന്ന് പറയുമ്പോൾ മുഴുവൻ ചാപ്റ്ററിലെയും മുഴുവൻ കോൺസെപ്റ്റുകളെയും ഒറ്റ പേജിലേക്ക് ഒതുക്കുന്ന, വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു മെറ്റീരിയലാണ്. അങ്ങനെ ഒരുപാട് സർപ്രൈസുകളാണ് നിങ്ങളെ സൈലത്തിൻ്റെ ബാച്ചിനകത്ത് കാത്തിരിക്കുന്നത്. സോ അസ്ത്ര 2.0 ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ 9954000800 എന്ന നമ്പറിലേക്ക് വിളിക്കുക. അതല്ലെങ്കിൽ സൈലത്തിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട്, സൈലം ലേണിംഗ് എന്ന് പറയുന്ന ആപ്പ്
പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആപ്പ് വഴിയും നിങ്ങൾക്ക് സൈലത്തിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുക, ആപ്പിളിന് പകരം പ്ലേ സ്റ്റോറിലൂടെ ഒരു ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ചിട്ട് തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം ആപ്പിളിലൂടെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ചെറിയൊരു സർവീസ് കോസ്റ്റ് കൂടെ നിങ്ങൾക്ക് അതിൽ കൊടുക്കേണ്ടതായിട്ട് വരും. അത് ഒഴിവാക്കാൻ ഒരു ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് അഡ്മിഷൻ എടുക്കുക. ശേഷം നിങ്ങൾക്ക് ഐഫോണിലോ അല്ലെങ്കിൽ മറ്റേത് ഫോണിൽ വേണമെങ്കിലും ക്ലാസ്സിൽ കാണാൻ സാധിക്കും. സോ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം സൈലത്തിലെ ബാച്ചിൽ ജോയിൻ ചെയ്തുകൊണ്ട് പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ നേരത്തെ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ ചിലപ്പോൾ A+ ഒന്നും കിട്ടാത്ത ആളുകളായിരിക്കും. പക്ഷേ നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് സൈലത്തിൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ A+ലേക്ക് തന്നെ എത്താൻ സാധിക്കും. സോ നിങ്ങളുടെ കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും ഏറ്റവും മികച്ച ക്ലാസ്സുകളുമായിട്ട്. സോ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.